അടുത്ത ചോദിക്കാനുള്ളത് മുടങ്ങാതെ ചെയ്യുന്ന ഓണത്തിന് ചെയ്യുന്ന ഒരു പരിപാടി. ഓണത്തിന് ഞാൻ മുടങ്ങാതെ എല്ലാ വർഷവും ഓണത്തിന് ഈ ഒരു പരിപാടി ഞാൻ ഡ്രസ്സ് എടുക്കും. അന്നാ ചാക്കോ പായസം കുടിക്കും. പായസം കുടിക്കും. അങ്ങനെയല്ല, ബാക്കിയുള്ള നമ്മളെ എല്ലാ ദിവസവും അടപ്രഥമനും ഈ സേമിയ പായസം ഒന്നും കുടിക്കില്ല. പക്ഷെ ഓണത്തിന് എപ്പോഴും പാലും പഴവും പപ്പടവും. പാലും പെട്ടെന്ന് വേറെ അത് കായ വിടും ഈ പാലിന്. എനിക്ക് തോന്നുന്നത് അന്ന കഴിക്കുന്നത് നൂഡിൽസ് ഉണ്ടല്ലോ പായസം. അത് അന്ന ആദ്യത്തെ പറ്റിയാണ് പറയുന്നത്. പായസം നമ്മളിതെല്ലാം കൂടെ ഇലയിൽ ഓക്കെ. ജയറാം കുളിക്കും. കുളിയില്ലല്ലോ. ഓണത്തിന് കുളിക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് അത് ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് എല്ലാ പ്രാവശ്യം ചെയ്യാറില്ല. ഓണത്തിന് സ്പെഷ്യലായിട്ടൊന്ന് കുളി. ആ ഓക്കെ. അതെ ക്ഷമ, ആ പാലും പഴം പാട്ടറിയാമോ? പാലും പഴവും കൈ. ക്ഷമ പറയൂ, ക്ഷമ എന്താണ് ചെയ്യുന്നത് ഓണത്തിനെങ്കിലും? ഒരു ക്ഷമയോടെ ഇരിക്കും. 10 വർഷമായി ഓണം ആഘോഷിച്ചിട്ട്. 10 വർഷമായി. എന്ത് പറ്റി? അമ്മ പോയ ശേഷം ആഘോഷിച്ചിട്ടില്ല. ഓണാഘോഷിച്ചില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഒരു സുഹൃത്തിന്റെ ഫാമിലിയുടെ കൂടെ പുറത്തു പോയി അങ്ങനെ ചെയ്തു എന്നല്ലാതെ. ഓണം അങ്ങനെ. പിന്നെ ഇപ്പൊ മഞ്ജുമ്മയും അമൃതയൊക്കെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ ഓണമാണ് ഇപ്പോഴും മനസ്സിൽ. പിന്നെ അമ്മ ആഘോഷിപ്പിക്കുന്ന ഓണം. ഓക്കെ ഓക്കെ. കുട്ടിക്കാലത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു. അതുപോലെ നമ്മൾ ചേമ്പിന്റെ ഇലയില് എല്ലാത്തരം മഞ്ജു പറഞ്ഞ പോലത്തെ ഇതുപോലുള്ള പൂക്കളല്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വളരെ നാടൻ കുറെ പൂക്കൾ, കാക്കപ്പൂ ഒക്കെ ആയിട്ട് അത് കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത് കൊണ്ട്. പിന്നെ തൃക്കാക്കരപ്പൻ. എറണാകുളമാണല്ലേ സ്ഥലം? അല്ല, തൃശ്ശൂരാണല്ലേ. ഓക്കെ ഓക്കെ. അത്തമാണ്. അനീഷാണ് ഓണത്തിന് എല്ലാ ഓണത്തിനും മുടങ്ങാതെ. അതെ, ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് എല്ലാ ദിവസം മാക്സിമം തിരുവോണത്തിന് വീട്ടിലുണ്ട്. സൗമ്യ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ തിരുവോണത്തിനും പ്രോഗ്രാം ഉണ്ടാവും. സങ്കടമാണ്. കാരണം എനിക്ക് കുഞ്ഞുനാൾ തൊട്ടുള്ള ഏറ്റവും വലിയ സങ്കടം അതാണ്. കാരണം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെയൊക്കെ ക്ലബ്ബുകളിൽ പോയി ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി വിളിക്കും, വാ പ്രോഗ്രാമിന് പോകാൻ സമയമായെന്ന് പറയും. അപ്പോൾ കരഞ്ഞോണ്ട് പോകും, അയ്യോ ഇത് കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പം അതാണ് എനിക്ക് എപ്പോഴും മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന കാര്യം. ഓക്കെ. എന്താണ് ഓണത്തിന് മുടങ്ങാതെ ചെയ്യുന്നത്? അവിടെ കുളിക്കുന്ന കാര്യം അവർ പറഞ്ഞു. വിട്ടുപിടിക്കണം. ഞങ്ങള് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒരു ഇങ്ങനെ ഓണത്തിന്റെ സദ്യ കഴിച്ചാൽ പിന്നെ നമുക്ക് വയ്യല്ലോ, ക്ഷീണമല്ലേ. പക്ഷെ ഞാൻ കിടക്കൂല. ഓണത്തിന്റെ സദ്യ കഴിഞ്ഞാൽ ഉടനെ തന്നെ സെറ്റ് മുണ്ട കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകും. പുറത്തോട്ട് പോയിട്ട് പുറത്ത് ഇങ്ങനെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് എറണാകുളം ടൗണിലോട്ട് അങ്ങ് പോകും. ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും, ഞാൻ എന്തായാലും പോകും. ആരും വന്നില്ലെങ്കിലും ഞാൻ പോകും. പോയി കുറേ മനുഷ്യരെ കാണും, അവിടുത്തെ ആഘോഷം കാണും, ഇവിടുത്തെ ആഘോഷം കാണും, എന്നിട്ട് രാത്രി വന്ന് കയറുള്ളൂ. ട്രിവാൻഡ്രത്തെ ഓണവും എറണാകുളത്തെ ഓണം തമ്മിൽ വ്യത്യാസം? ട്രിവാൻഡ്രത്ത് തിരുവോണത്തിനില്ലല്ലോ, ഇങ്ങനെ ഓണം പരിപാടികളിലല്ലോ. ഞങ്ങളില്ലല്ലോ. എന്നാലും ട്രിവാൻഡ്രത്തെ ഓണം അങ്ങനെ രസമല്ലേ? ട്രിവാൻഡ്രത്തിന് ഓണം മാത്രല്ല, എന്താ ഞാനത് ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ് കണ്ടേക്കണേ. ഫുള്ള് ലൈറ്റാണ്, മരങ്ങൾ മുഴുവൻ ലൈറ്റ്. ഇങ്ങനെ നല്ല രസം രാത്രി ഇറങ്ങി നടക്കാൻ. അത് ഭയങ്കര രസം. നമ്മളവിടേക്കും അങ്ങനെ ഇല്ല, അങ്ങനത്തെ സ്പോട്ടുകളില്ല. ഇവിടെ എല്ലാ വിശേഷത്തിനും റോഡ് മുഴുവൻ അല്ലെങ്കിൽ അവിടെ വെട്ടമില്ലാത്ത കറണ്ട് ഇല്ലാത്ത ഏരിയ അപ്പൊ മുത്ത് ഓണത്തിന് സ്ഥിരമായിട്ട് ചെയ്യുന്നത് സദ്യ അത്തപ്പൂ. എല്ലാ ദിവസവും പായസം കുടിക്കും. ട്രിവാൻഡ്രത്താണ്ട് ബോളിയാണ് ഇവിടെ പപ്പടം എന്ന് പറഞ്ഞു കേട്ടോ. ബോളിയാണ് പപ്പടം എന്ന് പറഞ്ഞു. അല്ല, ബോളി വരുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് പപ്പടം പക്ഷേ മുത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ബോളിയും പായസം. ബോളി ട്രിവാൻഡ്രത്തല്ലേ വീട്? അപ്പൊ ബോളിയും പായസം അതാണ് മിസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് അത് ആദ്യം. അതെ, നമ്മൾ ഇവിടെ വന്നിട്ട് ആരോ ബോളി ഉണ്ടെന്ന് ചോദിച്ചാൽ ഓംപ്ലേറ്റ് ഉണ്ടെന്ന്. അതാരാണ് ബോളി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഒഴിച്ചുകൂടാൻ പറ്റുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ പായസം ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് പരിപ്പ് പായസം വേണമെന്ന് പറഞ്ഞപ്പോ ഇതാ അത് മസ്റ്റ്. അങ്ങനെ ഒരു ചിട്ടയിൽ പോണത്. അഭിലാഷിന്റെ എൻ്റെ ഓണത്തിന് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ചെയ്യാത്തതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നിലത്ത് പായിട്ട് ഇലയിട്ട് സദ്യ കഴിക്കാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇപ്പം നിലത്തിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഒരു വയറ് ഒത്തിരി പ്രശ്നമാണ്. അത് മാത്രമല്ല തടിയുടെ പ്രശ്നം അവൻ ഇരുന്നുണ്ണാനുള്ള വക ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായിരുന്നു കുടുംബക്കാരൊത്ത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് നിലത്ത് പായിട്ട് ഇലയിട്ട് സദ്യ അതൊരു ഭയങ്കര കഴിക്കുന്നതായിരുന്നു എൻ്റെ ഓണത്തിന്റെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് try ചെയ്ത് നോക്കാം. അടുത്തവണ ഇരിക്കാൻ പറ്റും. നീ ഒന്ന് ഡൈനിങ്ങിലേക്ക് കയറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഓണം വീട്ടിൽ രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്ത് സദ്യ റെഡിയാവും. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. 10 മണിയാകുമ്പോഴേ സദ്യ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങുക. പ്രോഗ്രാം ഉള്ള സമയം പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ പരിപാടി കാണാൻ പോകും. രജത്തിന്റെ ഓണം എല്ലാ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതേപോലെ സദ്യ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്നും പറയാല്ലേ ഇറങ്ങി പോകും. പറയട്ടെ എല്ലാവരും പറഞ്ഞ എല്ലാവരും പറഞ്ഞു തരുന്നതെന്ന്. പിന്നെ എന്റെ പ്രത്യേകിച്ചുള്ള ഓണം എന്ന് പറഞ്ഞാൽ കൂടിയ സാധനം എടുത്ത് 2 പെഗ് കഴിക്കാം. അപ്പൊ ഈ ഓണം ചെയ്തു നോക്കി എല്ലാ ഓണത്തിനും കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞല്ലോ. ഓണത്തിന് മാത്രം നെയ്ത്ത് പൈസ ഇട്ടടിക്കും. ബാക്കിയെല്ലാം കട്ടയാണ്. എങ്ങനെയാണ് രജത്തെ? നാടനാണോ അതേ ഫോറിനാണോ? എങ്ങനെയാണ്? ഏതും പോവും. അങ്ങനെ എന്നോട് തന്നെ നമുക്ക് ആ വിഷയം വിടാം. അടുത്ത കാവേരിയുടെ ഓണത്തിന് കാവേരി മിസ്സാക്കാത്ത എന്താണ്? മിസ്സാക്കാത്തത് നമ്മൾക്ക് സദ്യ അതൊക്കെ തന്നെ. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഈ ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് നമ്മൾ അവർക്കൊരു 4-5 പേർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഓണസദ്യ കൊടുക്കാറുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി. അതെ അതെ. ഓക്കെ. ഈ കാവേരിനെ നോക്കിയ പഴയ നടി കനകേനെ പോലെ. താങ്ക് യു. നിങ്ങൾ ഇത്തി വായി വെച്ചിട്ട് ഞങ്ങളാണ് സഹിക്കാനുള്ളത്. കനകയെന്ന് ഇനി 2 പേയ്മെന്റ് കൊടുക്കും. കനകര പേയ്മെന്റും അവിടെ ചെവിയിലൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, ഞാൻ ഇടയ്ക്ക് ദേവസ്ഥാനം എങ്ങനെയുണ്ട്? ദേവസ്ഥാനയുടെ ഓണം എങ്ങനെയാണ്? ദേവസ്ഥാന കൊട്ടാരത്തിൽ അങ്ങനെ സദ്യയും പരിവാരങ്ങളുമായിട്ട്. പള്ളി സദ്യ. എൻ്റെ നാട് വർക്കലയാണ്. വർക്കല നമ്മൾ അടുത്തടുത്തല്ലേ? അതെ അതെ. അപ്പോൾ ഞാൻ 1 വർഷം മാത്രമേ ട്രിവാൻഡ്രത്ത് ഓണം ആഘോഷിച്ചിട്ടുള്ളൂ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഉത്രാടത്തിന്റെ ഒന്നുണ്ടല്ലോ, രാവിലെ ഫുള്ള് ക്ലീനിങ്ങും പിന്നെ വിളക്ക് ഒരുക്കാനുള്ള പൂക്കൾ കെട്ടലും അറിയാലോ. അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒരുക്കി ഒരു 6 മണിക്ക് മുന്നേ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും കുളിച്ച് പിന്നെ അതിന് ശേഷം ചൂലെടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. 7 മണിക്കും ആളുകൾ ഇറങ്ങി പോയ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. അല്ലല്ല, നമ്മൾ ആരും ചെയ്യാറില്ല. അതെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് എവിടെ പോയത്? ഇവിടെ ഞാൻ കവടിയാറാണോ? അല്ല, കവടിയാറാ ഞാൻ താമസിച്ചിരുന്നത്. അതെ. ഫ്ലാറ്റിലൊന്നും മുമ്പ് ആരും നോക്കാറില്ല. അപ്പൊ അതെന്തെന്നറിയാമോ? നമ്മൾ അല്ല വേറെ കൊണ്ടല്ല പറഞ്ഞത്, നമ്മളെല്ലാരും അത് പാലിക്കുന്നവരാണ്. നമ്മളെ വീട്ടിലൊക്കെ അതെ തീർച്ചയായിട്ടും ഇല പോലും നുള്ളാറില്ല. ഉത്രാടത്തിന് വിളക്കൊരുക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അമ്പെയ്ത്ത് കഴിഞ്ഞ സംഭവമാ പറയണത്. പറഞ്ഞോട്ടെ. അപ്പൊ ഉത്തരാടത്തിന് വിളക്ക് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചൂല് കൈയ്യെടുക്കില്ല, പിന്നെ ഒന്നും ചെയ്യില്ല, ഇല പോലും നുള്ളില്ല, നമ്മള് പൂക്കൾ പോലും പറിക്കില്ല. അതിനു മുമ്പ് എല്ലാം നടത്തി. പിറ്റേ ദിവസം തിരുവോണത്തിന് അവര് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചതിന് ശേഷം വൈകുന്നേരം അത്തത്തില് മറ്റേ അടയെല്ലാം ഉണ്ടാക്കി വെച്ച് അമ്പെയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് അല്ല നമ്മളത് ചെയ്യുന്നവരായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോ. അല്ല, പക്ഷെ എന്തോ സിറ്റിയിൽ എനിക്കത് ഒരു സ്ഥലത്ത് ഫീൽ ചെയ്തു. ആ പോയ സ്ഥലത്ത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനുശേഷം വർക്ക് ടൈം കഴിയുമ്പോഴത്തേക്കാരും നമുക്കൊരു ഉത്രാടത്തിന്റെ തലേ ദിവസം വരെയൊക്കെ ഷൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ തന്നെ നൈറ്റ് വിടും ഇവിടെ നിന്ന്. ഞാനും ഫാമിലി ആയിട്ട് അങ്ങ് പോയി. എന്റെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയാണ്. ആണ്. എനിക്ക് ഒന്ന് നാട്ടിൻപുറം ആയതുകൊണ്ടായിരിക്കും കൂടുതൽ. ദേവസ്ഥയുടെ തോഴിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഓണം എന്ന് പറയുമ്പോ പട്ടുപാവാട എനിക്ക് അമ്മ ഇപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. പട്ടുപാവാട ഓണത്തിന് ഇപ്പോഴും വെക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ ഓണം എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, കണ്ണുനോവായിരുന്നു. അപ്പം കണ്ണ് കാണാൻ വയ്യായിരുന്നു സദ്യ കഴിച്ചപ്പോ. എന്തൊക്കെയാണെന്ന് അല്ലെങ്കിലും കണ്ടുകൂടാ, അല്ലെങ്കിലും കണ്ടുകൂടെ ചെവി പ്രായാധിക്യമായ ബുദ്ധിമുട്ടുകൾ അത് വരട്ടെ ആദ്യമേ. ഇതെല്ലാം കാര്യം ഈ ആൾക്കാർ വിളിക്കുന്ന ചീത്തവിളിയും അടിയൊന്നും കേൾക്കാതിരിക്കും. കണ്ണ് കാണാം, കണ്ണാടി വെച്ചാൽ കാണാം. ഇതെങ്ങനെയാണ്? ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആ വിഷമം ഞങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ നടന്നു കാണിക്കാം. മുത്ത് ഞങ്ങളെ കാണുന്നത് അല്ലല്ല, ഞാൻ മുത്ത്. അനുശേഷൻ അവിടെ നിന്ന് കാണിക്കേ. ഹായ് പറ. ഹായ്. അയ്യോടാ, അപ്പൊ ഭയങ്കര ജാട കാണില്ല.
അങ്ങനെയാണ് മുത്തിന്റെ കാഴ്ച. ഇങ്ങനെ നോക്കും. മുത്തും ഞാനൊക്കെ എസ്തെറ്റിക് ലുക്സ് ആണ് അല്ലേ? കണ്ണു കാഴ്ചക്ക് ഇതാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഒരടി മിസ്സാവാതെ അവള് മേടിക്കുന്നത്. അത് കാര്യപ്പെട്ടെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഇതിപ്പം പ്രാങ്ക് നടത്തുന്ന ആളുടെ അവിടെ പറയില്ല, ഈ നമ്മളോട് പറയും. എന്താ നീ ഇവിടെ വാടി അകലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ എപ്പിസോഡുകളിൽ അടി വാങ്ങിച്ച് കൂട്ടുന്ന ആളാണ് പാറു. സംഭവം എന്താ അറിയാമോ? അല്ല, ഇങ്ങനെ വരും വിനീത മുഖേന വരുന്നത്. ഇങ്ങനെ വരുമ്പോ ഇവിടെ എത്തുമ്പോഴേ അറിയാവും, പക്ഷെ അപ്പഴത്തേക്ക് സംഭവം കഴിയും. അടി വരുന്നത് നമുക്ക് തടയാലോ. ഞാൻ മിസ് ചെയ്തിട്ടില്ല. കണ്ണ് കണ്ടൂടല്ലോ. ശരിക്കും അടികൊള്ളോ? ധാരാളം ഇട്ടിട്ടുണ്ട്. എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടത് വിനീതെ കണ്ണു പോയത് എങ്ങനെ അറിയാമോ? കുറ്റി ചൂളിൽ കുത്തി കൊടുക്കുക. അത് കണ്ടമാനം അടി കിട്ടും കേട്ടാ, വായി വിളിച്ചിട്ട് അടിച്ചളെ. പക്ഷെ മുന്നിനെ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ കണ്ണാടി ഊരിയ ഞങ്ങളുടെ അവസ്ഥ അത് തന്നെ. ഞങ്ങളെന്ന് പറയല്ലേ, ഞങ്ങളെന്ന് പറയല്ലേ, വായിച്ചാടാ ഞങ്ങളെന്ന് പറയല്ലേ. ആരാടാ അന്നയാണത്. അത് ഈ ഇടയ്ക്ക് അഭിലാഷന്റെ അടുത്ത് ഇതേപോലെ അഭിലാഷൻ കണ്ണ് പ്രശ്നമുണ്ട്. കട്ടയ്ക്ക് കണ്ണ ഗ്ലാസ് ഒന്നും വയ്ക്കാതെ ജാടക്കി നിൽക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ആൾക്കാർ പോകാൻ നേരത്ത് ഫോൺ എടുക്കും. വീണ്ടും കഴിഞ്ഞിട്ട് പറടാ കട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? സാബുണിന്റെ ഓണം ഞാൻ ചെറിയെങ്കിൽ അനീഷ് ഭായി, അഖില്, നമ്മളെ അഭിലാഷ്, നമ്മൾ ഈ 4 പേർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയാമോ? നമ്മള് അദ്ദേഹം നാടകം മിമിക്സ് എല്ലാ മേഖലയും ടച്ച് ചെയ്തത്. ഞാനും അഭിലാഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ 3 പേരും മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് തിരുവോണം ഒക്കെ സ്റ്റേജ് പ്രോഗ്രാമാണ്. പക്ഷേ എപ്പോഴും ഞാൻ മാക്സിമം എൻ്റെ അമ്മയോടൊപ്പം ചിലവഴിക്കാൻ എല്ലാ ഓണം നോക്കും. എത്ര ഇതുണ്ട്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. എന്താ അറിയാമോ? അങ്ങനെ കൂടാൻ പറ്റുന്ന തരത്തിലുള്ള ലോങ് അധികം തിരുവോണത്തിനധികം നമുക്ക് തിരുവനന്തപുരം കൊല്ലം പരിപാടി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ വന്ന് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ വേറെതായിരിക്കും. അത് നമുക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന സംഭവമാണ്. സ്റ്റേജ് പ്രോഗ്രാം ഉറക്കമില്ലാതെ ചെന്നിരുന്ന് സദ്യ കൊണ്ടിട്ട് പടാന്ന് പറഞ്ഞു ഓടിച്ചാടി പോകുന്നതൊക്കെ ഒരു ഞങ്ങൾ മുമ്പ് നാടകത്തിലായ സമയത്ത് ഈ പയ്യന്നൂരൊക്കെ ക്യാമ്പ് ചെയ്യുന്നു. വലിയ ഒരു മാസം വരെയൊക്കെ കുറേ ദിവസങ്ങളിൽ. അപ്പൊ കണ്ണൂർ വരെ പോകണ്ടേ നമ്മൾ. അപ്പൊ അത് കാരണം ആ സമയത്തുള്ള എല്ലാ പ്രോഗ്രാം അവിടെയും കൊടുക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമുക്ക്. പയ്യന്നൂരിനെ സംബന്ധിച്ച് 6:30 തുടങ്ങി 9:00 തീരും. സെക്കൻഡ് അധികം. പക്ഷെ എങ്കിലും നമുക്ക് അതൊരു ഭയങ്കര മിസ്സിംഗ് ആയിട്ട് മാറും ചില സമയം. അതുപോലെ തന്നെ ഓമൈഗോഡ് എന്ന് പറയുമ്പം എപ്പോഴും വേണോ തല്ല് കിട്ടാല്ലേ? എപ്പോ വേണോ തല്ല് കിട്ടാം. അപ്പൊ ഈ ഓണത്തല്ലും നിങ്ങളുടെ തല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഓണത്തല്ലും അറിഞ്ഞു തല്ലുക, ഇത് അറിയാതെ തല്ലുക അതാണ് സംഭവം. അറിയാതെ കൊള്ളുകയും ചെയ്യണം. പിന്നെ എന്റെ ഒരു ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അടികൊള്ളാതെ ഇതുപോലെ രക്ഷപ്പെടുന്ന ഒരു വ്യക്തി ഫ്രാങ്ക് ഷോയിൽ ഒരാളും ഇല്ല. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പാളി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഞാൻ ഭാഗ്യത്തിന് ചാടും കേട്ടോ. മൂട്ടി കൊടുത്തിട്ട് ഞാൻ ചാടും. എനിക്കറിയാം ഈ മൂട്ടല് എവിടെ ചെന്നെത്തി അത് ഏത് വാക്ക് വരും എന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്ക് പറഞ്ഞാൽ വിനീത, പാറു, രയിത്ത്, പിന്നെ കാവേരി, ഇത്രയും ഇങ്ങേർക്കത് ചാനൽ അനുവദിച്ചു കൊടുത്തൊരു കാര്യമാണ്. പെണ്ണുമ്പുള്ളയുടെ അതിന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ പുറത്തൂടെ പോയി മേടിക്കണമെന്ന് പറഞ്ഞ് പ്രതിദിവസം നിങ്ങളുടെ കുടുംബത്തിൽ പുതുതായിട്ട് അടികൊള്ളാൻ വന്ന ആളാണല്ലേ പാറു? അല്ല, സാബുണ്ണനെ ഒന്നും കണ്ടാൽ മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോ ലാസ്റ്റിലാണ് ഇറങ്ങുന്നത്? ഇപ്പൊ എല്ലാം ശബ്ദമൊക്കെ മാറ്റി എന്നാലും ശബ്ദമൊക്കെ ഇതിൽ നമ്മളൊരു 10 എടുക്കുമ്പോൾ 5 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ 5 ഫ്ലോപ്പാണ്. ആ ഫ്ലോപ്പായ 5 എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ എല്ലാ എപ്പിസോഡും വിജയിച്ചല്ല പോണത്. ചിലതിൽ എന്റെ ശബ്ദം വെച്ച് പിടിച്ചു പോകും, ചിലപ്പോൾ എന്നെ കണ്ടുപിടിച്ചിട്ട് മാറും. ഇപ്പം ഈ മറ്റു സീരിയലിലും കൂടെ ഉള്ളതുകൊണ്ട് വിനീതയും അങ്ങനൊരു അവസ്ഥ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പം അതാണ്. ബാക്കി ഉള്ള കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ള സത്യം എന്ന് പറഞ്ഞാൽ ഈ ചിന്നക്കട, ഇപ്പം ദൈത്തെന്നാണ് പേരെങ്കിൽ ചിന്നക്കട രാജു അറിയാം. പലരും രാജു അബിയൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, അണ്ണാ ആ പയ്യൻ പരിചയം ഇല്ല, എനിക്ക് പയ്യനെ പരിചയം കൊള്ളാം, നല്ല ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു ദിവസം പരിചയപ്പെടുത്തേണ്ടി. അതുപോലെ എനിക്കും അഖിലിനോട് മറക്കാനാവാത്ത ഒരു ഓണാനുഭവം ഉണ്ട്. പഴവളത്ത് ഒരു 28 തലയിൽ കടിഞ്ചായ വെച്ച് തിളപ്പിച്ചതാണ്. അതല്ല, ആലി കെട്ടിയിട്ടതാണ്. ഇഷ്ടികാടിക്ക് അതല്ല, ഹോട്ടലിൽ നിന്ന് പറ്റിയതാണ്. ഞങ്ങൾ 28 ഓണാഘോഷത്തിന്റെ ഒരു കനാലിന്റെ സൈഡിൽ പഴകുളത്ത് എന്ന് പറയുന്ന നാട്ടില് ഞങ്ങൾ രണ്ടുകൂടെ ഒരു പ്രോഗ്രാം, 2 സ്കിറ്റും ഗെയിം ഷോ ഒക്കെ പരിപാടി ഗംഭീരമായിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് നേരെ കൊട്ടാരക്കര എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനും ഇവനും കൂടെ നേരെ രാവിലെ ഗണപതി അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഹട്ടുള്ള ഹോട്ടലാണ്. വിളിച്ചോണ്ട് പോവുകയാണ്. നല്ല ആംബിയൻസ് ആണ് അവിടെ. മരങ്ങളുടെ ഇടയിൽ ഹട്ടുകൾ വെച്ചിട്ട് ഈ മരങ്ങൾ വെച്ചാൽ മൊത്തം ബദാമാണ്.
ഈ ബദാമിനകത്തുനിന്ന് പുഴു ഇങ്ങനെ ഞാന്ന് ജയം വരുന്ന പോലെ വരും ഓരോന്നും നമ്മൾ അറിയില്ല. അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ചെന്ന് കയറുന്ന ഗണപതിയമ്പലത്തിന് പോയിട്ട് രാവിലെ ചെന്ന് ഒരു ഹട്ടിലോട്ട് കയറുക. അങ്ങനെ ഇഡലിയോ ദോശ എന്തൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന് നോക്കുമ്പോൾ എന്റെ മുമ്പിൽ വേറൊരു മോഹൻലാൽ, ഒരു സൈഡ് കൊണ്ട് ഒരു മോഹൻലാൽ, സൈഡ് മാത്രം അഖിലിന്റെ പുഴുവാട്ട്, ഈ ഒരു സൈഡ് മാത്രം മോഹൻലാൽ, ഈ സൈഡ് അഖില്. പിന്നെ ഹോട്ടലിൽ നിന്ന് തൈര് കൊണ്ടുവന്ന് അതെല്ലാം വരട്ടി 1 മണിക്കൂർ അവിടെ ഇരുന്ന് റെഡി ആയിട്ടാണ് അഖിലെ. ഞാൻ മറക്കൂലേ ആ ഹോട്ടൽ ഏർപ്പാടായതുകൊണ്ട് തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഓണ സമയത്ത് രസകരമായ ഇതേപോലെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ എന്നെ പുഴുവാട്ടി, അതുപോലെ സാബുണിൽ തുടങ്ങാം. സാബുണ പരിപാടി സമയത്ത് ഒരു സ്റ്റേജില് പ്രോഗ്രാം കളിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ ഗുരുവായിട്ട് മിമിക്സ് ബാല് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്നെ ചന്ദ്രൻ ചവിട്ടി തള്ളുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ ചവിട്ടി തള്ളുന്ന പൊട്ട കിണറുണ്ടായിരുന്നു. അപ്പൊ ഇതാരും ശ്രദ്ധിച്ചില്ല. അത് നമ്മളെ ഓല പൊത്ത് ഞാൻ അങ്ങ് പോയി. അടുത്ത ഇത് കഴിയുമ്പോഴത്തേക്കും എവിടെ എന്ന് ചോദിക്കുമ്പോ രാജൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എവിടെ കിടക്കുന്നു, മ്യൂസിക് കിടക്കുന്നു, പല കഥാപാത്രങ്ങൾ വരുന്നു, ഇന്തൊക്കെ ഈ അവിടെ നിന്ന് വരുന്നേ ഇല്ല. ഇത് എവിടെ പോയി നാണ്ട കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോ അനക്കമില്ല. ഇതെവിടെ പോയി, സാബു വിളിക്കുന്നുണ്ടോ, അനക്കമില്ല. കുറെ കഴിയുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ അബദ്ധത്തിനൊക്കെ കാരണം തെറിച്ചൊക്കെ പോണ സംഭവമല്ലേ. ജനങ്ങൾ കാണത്തക്കത്തില്ല. അവൻ പറന്ന് നേരെ അവിടെ വീടെന്ന് ആരും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയറാം രസിച്ചിരിക്കുകയാണ്. ഓണത്തിന് പറ്റിയൊരു അബദ്ധമല്ലേ ഒരു മണ്ടത്തരം. എനിക്ക് ഒന്ന് പുള്ളി കുളിച്ചിട്ട് തല തോർത്തില്ല. അങ്ങോട്ട് വരാം. അന്നച്ചാക്കോ പറ. ഒരു വട്ടം പരിപ്പ് കറിയാന്ന് പറഞ്ഞോണ്ട് പായസം എടുത്ത് പരിപ്പ് പായസവും ഈ കറിയും ഒരേ കളറിലായിരുന്നു. എന്തോ ബ്രൗൺ കളറിൽ. അപ്പൊ ഞാൻ പക്ഷെ ഒഴിച്ചു കറി മഞ്ഞ കളറിലിരിക്കുള്ളൂ. ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോറിൽ അതെടുത്ത് ഒഴിച്ചു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ ഇളക്കി തിന്നപ്പോഴാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. ആ ഒരു അബദ്ധം അത് ദേവസേനയ്ക്ക് ഓണത്തിന് പറ്റിയൊരു അബദ്ധം. അബദ്ധമല്ല, ഒരു ഓണത്തിന് എന്റെ ചേച്ചിയുണ്ട് ഷൈനി എന്ന് പറഞ്ഞിട്ട്. അല്ല ഷൈനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആള് റൈഡറാ, അതുകൊണ്ട് ഫുള്ള് റൈഡറാണ്. അപ്പൊ ചേച്ചി എന്നെ നൈറ്റ് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് രാത്രി ആയപ്പോ ചേച്ചിയെ കാണണം. തിരുവോണത്തിൻ്റെ അന്ന് രാത്രിയിൽ എനിക്ക് ചേച്ചിയെ കണ്ടേ പറ്റൂ. അങ്ങനെ ഞാൻ ഭയങ്കര ബഹളം. അങ്ങനെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ചേച്ചി എവിടെ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അവൻ ചേച്ചി വന്നില്ല, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ബഹളമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ മെയിൻ റോഡിലോട്ട് കയറി. അപ്പോൾ ചേച്ചി വരാൻ ലേറ്റായതുകൊണ്ട് JCB ഇട്ടേക്കുമായിരുന്നു. മണ്ണ് തോണ്ടുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി JCB എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്നത്. ആ ഒരു ഇത് JCBക്ക് നല്ലൊരു കൈയടി കൊടുക്കും. കാരണം ഇത് റീറ്റെയിൽ കാസിലാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ മനസ്സിലാവില്ല. ഇനി ചോദിക്കരുത്. ഒളിച്ചിരുന്നു. ചേച്ചി വരുമ്പോ തന്നെ കാണാം. ചേച്ചി വരുന്ന വരവിൽ തന്നെ കാണാൻ അവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വിനീത് അന്വേഷിച്ച് നടന്നു, കണ്ടിട്ടില്ല. അവസാനമാണ് പൊക്കിയത്. ചേട്ടാ ഇതിന്ന് എന്റെ കുളിയുള്ളൂ. ഇതൊക്കെ കുളിച്ച് കയറാനുള്ള സമയമായി. നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ സ്റ്റേജിലായാലും ഓണത്തിന് പല അബദ്ധങ്ങളും രസകരമായ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എണ്ണ കൂടുതലാ. അത് ഏത് അരിഷ്ട അത് ഏത് പറയട്ടെ. പോട്ടെ അമൃതക്ക് അങ്ങനെ എന്തായിരുന്നു ചോദ്യം? കാഴ്ചയില്ല, ചെവിയേറ്റൂടാ, മറവി. വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും ഓണത്തിന് പറ്റിയൊരു അബദ്ധം. എനിക്ക് സീരിയസ് ആയിട്ട് അബദ്ധം പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു ഓണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം. അത് എനിക്ക് മാത്രമല്ല, അഖിലേട്ടനും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഞങ്ങള് സ്വന്തമായിട്ട് വീട് വെച്ച വർഷം ഇതാണ്. അതെ, അപ്പൊ ഞാൻ എന്റെ അധ്വാനത്തിലും അഖിലേട്ടൻ ഈ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഞങ്ങളുടെ സ്വന്തം വീട്ടില് ഞങ്ങൾ ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചു. വേറെ സ്പെഷ്യൽ ഒന്നുമില്ല. അത് പറയാറായിട്ടില്ല. എങ്ങനെയുണ്ട് മഞ്ജു? ഒരു അബദ്ധം പറഞ്ഞേ.
ഒരുപാടുണ്ടെന്നറിയാം. എനിക്കല്ല എന്റെ പപ്പയ്ക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. പപ്പ അല്പസ്വല്പം കഴിക്കും. അപ്പൊ ഓണത്തിന് ഈ ബോണസ് ഒക്കെ കിട്ടുമല്ലോ, പണിസ്ഥലത്ത് നിന്ന് ബോണസ് കിട്ടൂലേ. അപ്പൊ പപ്പയ്ക്ക് ആർഭാടമാണ്, കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കും. അപ്പം വീട്ടിൽ അമ്മച്ചി ടെററാ. അമ്മച്ചി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്താണ് അങ്ങനെയാണ്, ഭയങ്കര പാടാ. പപ്പയ്ക്ക് സമാധാനം കിട്ടൂല. അപ്പൊ ഒരെണ്ണാറ്റ കുടിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ നോക്കുമ്പോഴത്തേന് കട്ടിലിന്റെ അടിയിൽ വേറൊരെണ്ണം ഇരിക്കുന്നു. അപ്പൊ എടുത്തു വെച്ചേക്കുവാ. അപ്പൊ ഒരു കരുതലുള്ള മനുഷ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ അമ്മച്ചി കിട്ടും പപ്പേ, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ ഇപ്പൊ കാണണല്ലോ പപ്പേ. ഞങ്ങളുടെ വീടിന്റെ ഇപ്പൊ അവിടെയൊക്കെ വീട് വന്നു. ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്തൊരു ഒരു ആ കാട്ടിൽ കൊണ്ടേ ഒളിച്ചു വെച്ചു. പാവത്തിനത് തിരിച്ചു കിട്ടിയില്ല. അറിയാൻ പാടില്ലടോ. എവിടെ കൊണ്ടുവന്ന് വെച്ചു. എല്ലാം കഴിഞ്ഞ് പപ്പ എടുക്കാൻ നോക്കിയിട്ട് പപ്പേന്റെ ആ സാധനം കാണുന്നില്ല, ആ സാധനം കാണുന്നില്ല. അങ്ങനെ അമ്മച്ചി എടുക്കാൻ വഴിയില്ല. അത് ആരോ കാട്ടി കിട്ടിയില്ല. പപ്പയുടെ വിഷമം കാണായിരുന്നു. അയ്യോ, ഏറ്റവും വലിയൊരു പിന്നെ അത് നഷ്ടബോധമാണ്. അതുപോലെ അനീഷണ്ണ ആരെങ്കിലും കുപ്പി എടുത്ത് മാറ്റി കൊണ്ട് പോയിട്ടുണ്ടല്ലോ. കുപ്പിയോ? കുപ്പിയിലാണോ തരുന്നത്? യു മീൻ വാട്ടർ ബോട്ടിൽ? അനീഷ പറഞ്ഞേട്ടാ, വീട്ടിൽ 2 ലോക്കറാണ് വരുന്നത്. അതിന്റെ ചാവി താണ്ട. അല്ല, അബദ്ധങ്ങൾ അങ്ങനെ അല്ല, അത് ഓർത്ത് വെക്കുന്ന അബദ്ധങ്ങളൊന്നും ഇല്ല ഓണത്തിന്റെ. അതെ അതെ. പിന്നെ ഇതാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണാകുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിക്കും. ഇതുപോലെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രദേഴ്സും ഫാമിലി ഭയങ്കരമായിട്ട് അത് തന്നെ. അതല്ല പിന്നെ അതിനകത്ത് അബദ്ധങ്ങളൊന്നും ഇല്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനീഷിന്റെ ഭയങ്കര സീരിയസ് അല്ല ഞാൻ അല്ല ഇപ്രാവശ്യം അല്ല അതിനകത്ത് അല്ല അതുകൊണ്ടല്ല അല്ല വാക്കുകൾക്ക് മനുഷ്യൻ എന്റെ മുമ്പിൽ കുഴങ്ങുന്നുണ്ട്. അല്ല സാബു പറഞ്ഞ പോലെ അമ്മ വീട്ടിലുള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം അമ്മയ്ക്ക് നല്ല ഓർമ്മയില്ല. അത്രയ്ക്ക് അങ്ങനെ. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ നമ്മുടെ അലിയൻസ് കുടുംബത്തിൽ ഒരിക്കൽ ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ മൂത്ത ചേട്ടന് 60 വയസ്സായിരുന്നു. അപ്പോൾ ആ ദിവസം നമ്മളെല്ലാവരും വന്നു ഒരുപാട് ഓണം പോലെ ആഘോഷിച്ചിരുന്നു. പക്ഷെ അമ്മ നമ്മളൊക്കെ അറിയാമെങ്കിലും നമുക്ക് അങ്ങനെ. പിന്നെ അനീഷേട്ടൻ അല്ല, എല്ലാവർക്കും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ളതാണ്. അനീഷൻ ഏതെങ്കിലും ഫാൻ പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഓണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റോ പെട്ടെന്ന് വീട്ടിൽ വരികയോ? അതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. വീട്ടില് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കരയാണ് പൗഡർ ഒരു അയൽക്കൂട്ടം അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അലിയൻസിൽ വന്നതിന് ശേഷം എനിക്കും മഞ്ജുവച്ചിക്കും എല്ലാ ഓണത്തിനും സ്ഥിരമായിട്ട് ഒരു സെറ്റും ഉണ്ടായിരിക്കും. നമ്മുടെ അമേരിക്കയിലുള്ള മഞ്ജു ചേച്ചി. അപ്പൊ ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ട് അഡ്രസ്സ് സെയിം പഴയത് തന്നെ അല്ലേ, മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ വണ്ടിയിൽ പറഞ്ഞു ചേച്ചി അടുത്ത സെറ്റും ഉണ്ടായിട്ടാ നമ്മളെന്ന് പറഞ്ഞു. ഇത് അവിടെ ചെന്നിട്ട് വൻ കലിപ്പ്, അവിടെ ചെന്ന് അതെ. സാധനം തുമ്പിയും ചിത്രശബ്ദം നമ്മളിപ്പോ കാണാൻ പോലും ഇല്ലല്ലേ. താമസിക്കും എത്ര ഫ്ലാറ്റില്? ഫ്ലാറ്റിൽ ഇത്രയും പേര് താമസിക്കുന്നു. ഇങ്ങോട്ടൂടെ നോക്ക്. ഫ്ലാറ്റിലെ ഓണവും നമ്മുടെ നാട്ടിലെ ഓണം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? ഒരുപാട് ഭയങ്കര ഡിഫറെന്റാ. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഫ്ലാറ്റ് തുറന്നിട്ട് നമുക്കൊരു വലിയൊരു പൂ പോലും ഇടാനുള്ള പെർമിഷൻ പോലും നമുക്ക് തരത്തില്ല. ഇനി അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്ലാറ്റിലാണെങ്കിലും ഓണത്തിന് വീട്ടിൽ പോകും. ഇനി അടുത്ത ചോദ്യം അഭിലാഷനാണ്. അഭിലാഷ, ഈ ഓണത്തിന് ഓണത്തുമ്പി ചിത്രശലം എല്ലാം വരുന്നുണ്ട്. ഇത് ഓണം കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോണത്? അതാണ് ഞാനത് പലപ്പോഴും ആലോചിച്ചത്. ഈ തുമ്പികൾ ഈ ഓണത്തിന് മാത്രം ഒന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് പിന്നീടുള്ള ദിവസം നമ്മുടെ കൺമുമ്പിൽ പോലും കാണാനില്ല. ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് അതിനെ കുറിച്ച് ഒരു കഥ തന്നെ എഴുതി. പക്ഷെ ആ കഥയ്ക്ക് ഒരു അവസാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടത്. പിന്നെ ചത്ത കാക്കകൾ എങ്ങോട്ട് പോകുന്നു? ഏറ്റവും കാക്കത്തൊള്ളായിരം കാക്കകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മള് ഇതൊരു നല്ല ചോദ്യമാണ്. 5 വർഷത്തിനിടയ്ക്ക് ഒരു ചത്ത കാക്കയെ കാണുന്നത്. ഈ കാക്കകൾ എങ്ങോട്ട് പോകുന്നു? ചോദിച്ചതിനകത്തൊരു സയൻസ് ഉള്ളത് എല്ലാവർക്കും അത് ജീവിതത്തിൽ അനുഭവം ഉള്ളതാണ്. കാരണം നമ്മളൊരു കാർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് എടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തൊരു കളർ എടുക്കും.
വേറെ ആർക്കും ഇല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. അതെ. ആ കാർ നമ്മൾ എടുക്കുന്ന അന്ന് മുതൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഇറങ്ങി അതുപോലുള്ള കാറേ കാണും. സയൻസ് ആണ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സമയത്താണ് ഇത് പലപ്പോഴും നമ്മുടെ മുന്നിൽ ചിത്രശലഭങ്ങളും തുമ്പിയൊക്കെ പോകാറുണ്ട്. പക്ഷെ ഓണക്കാലം ആകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാണ്. അല്ലാതെ ഉണ്ട് ഇവിടെ ഓൾറെഡി എപ്പോഴും. അല്ലാതെ ഉണ്ട്, എല്ലാം ചുറ്റും നമുക്കുണ്ട്. അപ്പൊ വന്നോണം നിന്നോണം പൊളിച്ചോണം. മറ്റൊരു മനോഹരമായ ഗെയിമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അത്തരമുള്ള സമ്മാനം ഇവിടോട്ട് വെച്ചോളൂ. ഞങ്ങള് കിട്ടിയ സമ്മാനം എന്ത് ചെയ്താ? പാവങ്ങൾക്ക് കൊടുത്തു. കണ്ടില്ല ഉള്ളി ഇവിടെ കഴിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അഭിനയത്തിനുള്ള ഗെയിമാണ്. നേരത്തെ പറയാം മീശയെ മൂക്കും അത് പറ്റാത്തതാണ് വീണത് എന്നൊക്കെ പറയാം. ഇതെന്ന് പറഞ്ഞ സിമ്പിൾ ഒരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രൊഫൈലായിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. അനീഷിന്റെ കയ്യിൽ ഞാനൊരു പ്ലക്കാർഡ് കൊടുക്കുന്നു. അതിനകത്ത് ഒരു സിനിമയുടെ പേരോ ഡയലോഗോ ചിലപ്പം വേറെന്തെങ്കിലും കാടിന്റെ പേരായിരിക്കും, നാടിന്റെ പേരായിരിക്കും, വാട്ടവർ ഒരു സാധനം എഴുതിയിട്ട് അത് മഞ്ജുവിനെ കാണിക്കും. മഞ്ജു അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആക്ഷനിലൂടെ മുത്തിന് കൺവേ ചെയ്യുന്നു. ആക്ഷനിലൂടെ മാത്രം ചുണ്ടനക്കരുത്, ബോഡി അതായത് കൈ കാല് എങ്ങനെ വേണം കാണിക്കാം, കൺവേ ആക്കും. ഒരു ഡൗട്ട് വെച്ചു, അനീഷങ്ങളും ആക്ട് ചെയ്തല്ലേ കാണിക്കണേ? എല്ലാവരും ആക്ടിങ് ആണ്. അത് കഴിഞ്ഞ് മുത്ത് നേരെ അങ്ങോട്ട് വിടുന്നു സൗമ്യയിലേക്ക്. സൗമ്യ നേരെ അഭിലാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അഭിലാഷ് അത് എന്താണ് പറയണം. വിജയിച്ച് അഭിലാഷാണിത് പറയാനുള്ളത്. അനീഷണ്ണൻ കാണിച്ചു കൊടുത്ത ആക്ഷൻ എന്താണെന്ന് അഭിലാഷ് പറയണം. ഓക്കെ, ഇത് ഒരു ടീം സ്പിരിറ്റ് ആണ്, ടീമിന്റെ ഒരു ഐക്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ ആരൊക്കെ എങ്ങോട്ടൊക്കെ തിരിയണമെന്നുള്ള ഞാൻ ഫിസിലൂടെ പിടിക്കും കേട്ടോ. ഞാൻ ഫിസിലടിക്കുമ്പോൾ അതെ ഫിസിലടിക്കുമ്പോൾ ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുത്ത് ഫിസിലടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊടുക്കുക. അല്ലല്ല 2 മിനിറ്റ് ഗെയിം തീർക്കണം നമുക്ക്. നേരം എടുക്കുന്നവരെ കാണിച്ചോണ്ടിരിക്കാൻ പറ്റും. ഒരു ഒറ്റ ഡയലോഗാണ്. എന്നാ പിന്നെ കൊണ്ടുവാ. റെഡി? ആ പ്ലക്കാർഡ് ഇവിടെ കാണില്ല. ആരും ഇങ്ങോട്ട് നോക്കരുത്, ആരും ഇങ്ങോട്ട് നോക്കരുത് പ്ലീസ്. ഇതാണ് അനീഷണ്ണൻ ഇവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പോകുന്ന സാധനം. ഇതാണ് മഞ്ജു അങ്ങോട്ട് കൺവേ ചെയ്യേണ്ട സാധനം. ഇതാണ് മുത്ത് സൗമ്യക്ക് കൊടുക്കേണ്ട സാധനം. ഇതാണ് അവസാനം അഭിലാഷ്. അഭിലാഷ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഓക്കെ, റെഡി? അനീഷണ്ണൻ റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. തിരിഞ്ഞോ, മഞ്ജു മാത്രം തിരിഞ്ഞു. കഴിഞ്ഞ പെട്ടെന്ന് പറ. പിന്നെ തിരിക. അങ്ങനെ ചോദിക്കരുത്. മുത്ത വല്ലതും മനസ്സിലായടി? അത് ആയിരിക്കുന്നത് കൊച്ചല്ല, അത് എല്ലാ മുതുക്കുകളാണ്, ഒന്നും കൊച്ചല്ല. കൊച്ച് കൊച്ച് സിനിമ പേരാണോ? അവിടെ ഇരിക്കുന്നത് കൊച്ച് പാടില്ല. ഇത് ഭയങ്കര പാടാട്ടോ. എല്ലാവർക്കും ഡയലോഗ് കൊടുക്കണേ. ഇവിടെയാണ് തിരിക്കാൻ പോണത്. നിനക്ക് പറയടാ. ആ ഇരിക്കുന്ന കുഞ്ഞ് എന്റേതല്ല. നിനക്ക് എത്ര പിള്ളേരുണ്ട്? നിനക്ക് എത്ര പിള്ളേരുണ്ട്? ആ ഇരിക്കുന്ന കുഞ്ഞ് എന്റേതല്ല. അഭിലാഷിന് പറയാം, ക്യാമറ നോക്കി പറയാം എന്താണ്. ആ ഇരിക്കുന്ന കുഞ്ഞ് ക്യാമറമാനാണോ? പിന്നെ അത് ആ ഇരിക്കുന്ന കുഞ്ഞ് എന്റേതല്ല. നിന്റെ വീട്ടിലിരിക്കുന്നു. എന്തുവാ എവിടെ? എന്താണ് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല.
അനീഷിനെ കാണിച്ചത് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ അനീഷേട്ടൻ കാണിച്ച പോലെയൊക്കെ കാണിച്ചു. അനീഷേട്ടൻ കറക്റ്റ് ആണ് കാണിച്ചത്. അത് പക്ഷെ അതിന് ഒന്നാമത്തെ കാര്യം, നമുക്ക് സാധാരണ ഇത്തരം ഗെയിം വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന്. അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ചോദിക്കാൻ പറ്റാതെ നമുക്ക് കൺവേ ചെയ്യാൻ ആക്ഷൻ മാത്രം. അതാണ് സംസാരത്തിന്റെ വേറെ രൂപം. അപ്പൊ അനീഷേട്ടൻ പറയാൻ ശ്രമിച്ചത് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല. അവസാനം കൊച്ചായി. ആ കൊച്ച് എന്റെ അല്ലെന്ന് പറയാം. അത്യാവശ്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അഭിലാഷ് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. ഇനി എത്രത്തോളം ഫ്ലേവർ മറ്റുള്ള ടീം മത്സരിക്കാൻ വരുമ്പോൾ കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടീമിനെ വിളിക്കാം. അപ്പൊ ആക്ഷൻ വിത്ത് റിയാക്ഷൻ എന്ന ഗെയിമിന്റെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ടീം ഓ മൈ ഗോഡ് ആണ് രണ്ടാമത് മത്സരിക്കാൻ വരുന്നത്. ആദ്യം അളിയൻസ് വളരെ മനോഹരമായിട്ടൊരു ഗെയിമാണ് ഇവിടെ പ്ലേ ആയിട്ട് പോകുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാലോ? അറിയാം. സാബുവിന് ഞാനൊരു സിനിമയുടെ ഡയലോഗ് എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ വീഡിയോ മറ്റേ ബോർഡ് പ്ലക്കാർഡിൽ കാണിക്കുന്നു, അതിവിടെ കൺവേ ചെയ്യുന്നു. നിങ്ങളിങ്ങനെ പാസ് ചെയ്ത് അവസാനം രജിത്ത് അതെന്ത് പരിപാടിയാണെന്ന് പറയണം. ഓക്കെ, റെഡിയാണല്ലോ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാമല്ലോ? ഓക്കെ, റെഡി? അപ്പോൾ എല്ലാവരും പ്രൊഫൈലായിട്ട് നിന്നോ. യുവർ ടൈം സ്റ്റാർട്ട്സ് ഞാൻ എടുത്തു തരാം. ആരും ഇങ്ങോട്ട് നോക്കരുത്. സാബുവിന് മാത്രമാണ് ഈ ഡയലോഗ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി? ഓക്കെ, ഇത് കൈ പിടിച്ചോ. ഇത് ഞാൻ പിടിക്കണോ? കണ്ടല്ലോ? കണ്ടു. ഓക്കെ, തിരിഞ്ഞോട്ടാ. ആ മോളെ തിരിഞ്ഞോ. ആ വാ തുറക്കരുത്. ആക്ഷൻ, ആക്ഷൻ വിത്ത് റിയാക്ഷൻ. ഞാൻ ആക്ഷൻ. അല്ല മക്കളെ, നേരത്തെ കണ്ടില്ലേ? ഇല്ല. അത് തന്നെ. വാ തുറക്കാൻ പാടില്ല. ശത്രുക്കളെ ഉള്ളു ഞങ്ങൾക്ക്. അവിടെ നിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തു. അവിടെ നിന്ന് കിട്ടി കിഴങ്ങ്. എന്ത് മമ്മൂട്ടിയോ അടിവേറിന് വേദനയോ? എന്നിട്ട് എളിയിലെ ഏലസ്. അപ്പൻഡിക്സാ? എളിയിലെ ഏലസ് നഖത്തിനിടയിലുണ്ടെന്ന്. ഇട സർക്കാർ ബന്ധം ഒഴിഞ്ഞു. പറഞ്ഞോ. ഇത് പിടിക്കും. ജെയ്ത്തുകാരി പഠിച്ചതാണ്. പഠിച്ചാണ്ട് ജെയ്ത്ത് കിട്ടും. കൈയുടെ തുമ്പത്ത് അഴുക്കാതെ ഞരടി കളഞ്ഞു. ഇതെന്താ ഇത്? ഞരട് കൊള്ളുവന്നു. ജയിച്ചില്ല, ഞരട് കൊള്ളുവന്നു. അത്രേ ഉള്ളൂ. പറഞ്ഞോ. എന്റെ അണ്ണനല്ലേ സാബുണ് എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞത്? ഇത് അരഞ്ഞാണത്തിന് എന്തിനാ കിടക്കാണ് പറഞ്ഞത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ക്യാമറ അരഞ്ഞാണം. ഇതാണ് സാവിത്രി. ധൈര്യമായിട്ട് പറഞ്ഞോ. അല്ല, അരഞ്ഞാണത്തിൽ എന്തിനാ കിടക്കുന്നതാണ് ഈ പറഞ്ഞത്. അരഞ്ഞാണത്തിൽ എന്തരാ കിടക്കുന്നത്? ഓക്കെ. എന്താണ് പറഞ്ഞത്? അരഞ്ഞാണത്തിൽ എന്തോ കിടക്കുന്നു. പിടിച്ചിട്ട് കാണിച്ചാണ്ടിരുന്നത്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധനം ഇവിടെ ഇരിക്കുന്നതിനാണ്. അന്നാ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ സാധനം ഇവിടെ കൊണ്ടുപോയി സാധനം ഞാൻ ആദ്യം അത് മാറ്റി വീണ്ടും സാധനം ഇങ്ങനെ എടുത്തു. കയ്യിലുണ്ടോ എന്ന് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞേ വാനക്കരുതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ പിടിച്ച ഈ സാധനം വേണ്ട, അവിടെ നിന്ന് മാറ്റ സാധനം കയ്യിലുണ്ടോ വിനീത കറക്റ്റായിരുന്നു പറഞ്ഞ. കുഴപ്പമില്ല. അപ്പം ഒരു സാധനം കയ്യിലുണ്ടോ പോയ പോക്കാണ്. നീ എന്താ പറഞ്ഞത്? അരഞ്ഞാണം കയ്യിലുണ്ടോ? അരഞ്ഞാണം കയ്യിലുണ്ടോന്നല്ല, അരഞ്ഞാണം പോയെന്നാ. വളരെ നന്നായിട്ട് അവർ കളിച്ചു. ഓക്കെ, താങ്ക് യു. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാറ്. ആക്ഷൻ വിത്ത് റിയാക്ഷൻ എന്ന് പറയുന്ന പുതിയ ഗെയിമിന്റെ മൂന്നാമത്തെ ടീമാണ് ടോം ആൻഡ് ജെസ്സി ആൻഡ് ടീം ക്ലീഷയാണ് മത്സരിക്കാൻ എത്തുന്നത്. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അരുണാണ് എന്താണെന്ന് ആദ്യമായിട്ട് ക്ഷമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. ക്ഷമ ഒരു അക്ഷമയും ഇല്ലാതെ തിരിച്ച് ഇവിടെ കാണിച്ചു കൊടുക്കണം. ആർക്കാണ്? ജയറാമിന്. ജയറാം വരണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് കൺവേ ആക്കാണ്ട് അന്ന ചാക്കോ എന്താണ് ഇവർ ആക്ഷനിലൂടെ പറഞ്ഞിരുന്നുള്ള കാര്യം അന്ന ചാക്കോ കൺവേ ആക്കണം. ഓക്കെ, റെഡിയാണല്ലോ? സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും അങ്ങോട്ട് നോക്കിയോ മക്കളെ? അങ്ങോട്ട് നോക്കിയോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേരാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ തകർക്കുമെന്ന്, പക്ഷേ അത് തകർക്കുമില്ലെന്ന് നമ്മൾ കണ്ടറിയാം. ഇതാണ് ഇവർ പറയേണ്ട ഡയലോഗ്. ഇങ്ങോട്ട് നോക്കരുത്, ഒരു മനുഷ്യൻ നോക്കരുത്. ഇത് പെട്ടു. ഓക്കെ, റെഡിയാണല്ലോ?
മോനെ റെഡിയാണോ? അത് കിട്ടും. അത് കണ്ടല്ലോ. അവിടേക്കകത്ത് കറക്റ്റ് ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആ അതൊക്കെ ഓക്കെ. 2 രൂപ ഞാനിവിടെ പറഞ്ഞോ. വെട്ടി നിർത്തണമെന്ന് 3 പേരെ മരം പോലെ നിൽക്കാതെ ആക്ഷൻ ഇട്ട് കാണിച്ചോളൂ. അയ്യാ മടുത്തു. തീർത്തേരാ ജയറാം ഓടമ്പലെത്തിയോ? എന്തൊരു കോമഡി. ഞാനായോ? തോറ്റ പെണ്ണുമ്പോൾ അടങ്ങോടോ. അമ്മു മനസ്സിലായി എനിക്ക്. ഇനി സമയം ഉണ്ടായിരുന്നു. അവന് ഫുള്ളി പെട്ടെന്ന് കിട്ടി. മനസ്സിലായി. ഇവിടെ പിടിച്ചു. ഇത് കഥകളി. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇഷ്ടമേ അല്ല. എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല. വെറുപ്പാണ്. ചാനൽ മാറിപ്പോ. അതെ അയ്യോ എനിക്ക് ടെൻഷൻ. വേറെ ചാനലിൽ പോ. 3 ചാനലിൽ കളിച്ച് എനിക്ക് നിന്നെ കണ്ടുകൂടാ. പോ, പുറത്ത് പോ. എടാ ഇത് വെളുക്കുന്ന സമയം കൊടുത്താൽ ഇതേ ഉള്ളു കേട്ടോ. പുറത്ത് പോ. അന്നാ ചാക്കോ നിന്റെ അവസരം വന്നിരിക്കുകയാണ്. അല്ല ചാക്ക തകർക്കും. അയ്യോ അമൃതമോളെ തോറ്റോ. അത് ഈ ചെടി ഞാൻ കോപ്പി കേട്ടോ. അവിടെ നിന്ന് കാണിച്ച അതേപോലെ ഇവിടെ എത്തി. എനിക്ക് ഇത് അങ്ങനെയല്ലോ ബാക്ക് ചെയ്ത 3 പേരെ പറ്റിച്ചത്. ഇല്ല, ഇന്ന് 3 മണിവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അന്നയ്ക്കുണ്ട്. ഇനി 3 ദിവസമുള്ളിൽ നീ തീരും. ഇനി 3 ദിവസമുള്ളിൽ നീ തീരും. ഷൂട്ടില്ലെന്ന്. ആ മതി. ആ കിട്ടി. മതിയാണ്. അരമണിക്കൂർ കൊടുത്താൽ ഇതല്ലേ ഉള്ളൂ. 3 ഇത് നിങ്ങൾ പേടിക്കണേ. ലോക്കാക്കി കിട്ടി. ആ അന്നാ ചാക്കോ എന്താണ് അവിടെ നിന്ന് കറക്കി വിട്ട സാധനം ഒന്ന് പറഞ്ഞാൽ. നീ അല്ല ഞാൻ. നീ അല്ല ഞാൻ. ഓക്കെ നീ അല്ല ഞാൻ. റെഡി. ഞാൻ പറയുന്നില്ല കണ്ടോ. വളരെ മനോഹരമായ ഒരു സാധനമാണ്. അത് ഏത് വിധേന ഏത് രീതിയിൽ എങ്ങനെ വേണോ കാണിക്കാം. എനിക്ക് 3 ഇടം കിട്ടിയതാ. ഞാൻ 60 ചോദിക്കും. 3 വാക്ക്. 3 വാക്കാ. അപ്പൊ അതിൽ തന്നെ നിൽക്കണല്ലേ. ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ സാധനം. ഇത് ഞാൻ എങ്ങനെ അഭിനയിച്ച് കാണിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഇതില്? എനിക്ക് തോന്നുന്നത് ആരാണ് ഏറ്റവും ജയറാം നീ ഇതുപോലെ അറിഞ്ഞിട്ട് കാണിച്ചത്. എനിക്കല്ല മനസ്സിലായ കുമ്പളങ്ങ വെട്ടി 2 പിരിഞ്ഞു. അപ്പൊ ജാങ്കോ ഞാനല്ല, ജാങ്കോ ഈ ടീം തന്നെ പെട്ടു. ഓക്കെ. അപ്പൊ ആക്ഷൻ വിത്ത് റിയാക്ഷൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഗെയിമിൽ എനിക്ക് തോന്നുന്നു താരതമ്യേന ഏറ്റവും കൂടുതൽ ആ ഒരു സാധനം ഇങ്ങോട്ട് കൺവേ ചെയ്തത് നമ്മുടെ ടീം അളിയൻസ് ആണ്. നല്ലൊരു കൈ കൊടുക്കാം. കാരണം ഇതൊരു കോർഡിനേഷന്റെ ഗെയിമാണ്. ടഫാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുക, അത് ആക്ഷനിലൂടെ അങ്ങോട്ട് കൺവേ ചെയ്യുക, ലാസ്റ്റ് ഒരു നാളെ എന്താണെന്ന് പറയുക. അതിൽ ടീം അലിയൻസ് 100% വിജയിച്ചിരിക്കുകയാണ്. നന്ദി പറഞ്ഞ 2 പേരുണ്ട്. അറിയണം. ഒന്ന് നമ്മുടെ സാബുണിനോടും ഒന്ന് അവനോടും അരുണിനോടും. അവർ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തോണ്ടാണല്ലോ അവർക്ക് സമ്മാനം കിട്ടിയത്. ഓക്കെ. അപ്പോ എനിക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ജാങ്കോ ഒന്ന് കൺവേ ചെയ്ത് കാണിച്ചു തന്നാ സംഭവിച്ചു. ജാങ്കോ പിടിവിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ജാങ്കോ അടുത്ത ഓണത്തിന് ശരിയാക്കാം. അപ്പോ ഉതുപ്പാൻസ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് പ്രിയപ്പെട്ട അനീഷേട്ടന്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭിലാഷിന്. അതുപോലെ അല്ലൂർ എലിക്സറിന്റെ ഒരു സമ്മാനം പ്രിയപ്പെട്ട മഞ്ജുവിന്. അതുപോലെ തന്നെ നിള ഹെർബൽസിന്റെ ഒരു സമ്മാനം പ്രിയപ്പെട്ട സൗമ്യക്കും. അതുപോലെ ഉതുപ്പാൻസിന്റെ ഒരു സമ്മാനം പ്രിയപ്പെട്ട മുത്തിനും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ നമുക്ക് ആ ഒരു കോർഡിനേഷൻ കൺവേ ചെയ്യാനുള്ള ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഗെയിം ഇനിയും വരാൻ പോവുകയാണ്. അപ്പൊ വന്നോണം.